ആരോപണ വിധേയനായ നടൻ സിദ്ദിഖ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലെത്തി. അദ്ദേഹം ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ചില പുതിയ ആരോപണങ്ങളാണ്. താരസംഘടനയും അതായത് അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇരയായി താൻ മാറിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ബലിയാടാക്കിയെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ഈ ജാമ്യ ഹർജിയിൽ പറയുന്നു. എന്നാൽ സിദ്ദിഖിൻ്റെ വാദത്തോട് യോജിക്കാൻ കഴിയില്ലെന്ന് WCCയിലെ ദീദി ദാമോദരൻ ഇന്ന് 24നോട് പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ സിദ്ദിഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പരാതിക്കാരിക്കെതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചാണ് വാദമുന്നയിച്ചത്. എന്നാൽ മലയാള സിനിമയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഇരയാണ് സിദ്ദിഖ് എന്നാണ് സുപ്രീം കോടതിയിൽ വാദിക്കുക. താരസംഘടനയായ അമ്മയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ പോലീസിനെതിരെയും ആരോപണമുണ്ട്. ശരിയായ അന്വേഷണം പോലും നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നാണ് ആരോപണം. സിദ്ദിഖായാലും ആരായാലും നിയമത്തിന് മുന്നിൽ വേർതിരിവില്ലെന്നും സിദ്ദിഖിന്റെ വാദത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും ദീദി ദാമോദരൻ 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഡിഫൻസിന് എന്ത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് ഇപ്പൊ സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. WCC ഏതെങ്കിലും പ്രത്യേകമായിട്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെയോ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷിക രഞ്ജിത റോത്തക്കി കോടതി രജിസ്ട്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിജീവിതയും സംസ്ഥാന സർക്കാരും സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സഹർജി നൽകിയിട്ടുണ്ട്. 24 ഡൽഹി.